ശ്രീ എം വി രാജേഷ്, ഞങ്ങൾ അങ്ങേ ക്ഷണിക്കുമ്പോൾ ഞാനൊരു തുടക്കത്തിൽ ചെറു ക്ഷമാപണം നടത്തിക്കൊണ്ട് തുടങ്ങാമെന്ന് കരുതുന്നു. താങ്കളുമായി ബന്ധപ്പെട്ട പല വാർത്തകളും നമ്മൾ സംപ്രേഷണം ചെയ്യുമ്പോൾ എല്ലാ വാർത്തകളിലും കാണിക്കുന്ന ജാഗ്രത കാണിച്ചിട്ടുണ്ടെങ്കിലും അതിലൊരു വാർത്തയിൽ ഒരു കാർഡിൽ ഞങ്ങളുടെ ഇവിടെ നിന്ന് വന്ന അത്യാവേശം സംഭവിച്ചതാവാം, അതിലൊരു വാചകത്തിലൊരു പിശക് സംഭവിച്ചിരുന്നു. ഞാൻ ആ പിശക് ആവർത്തിക്കുന്നില്ല, കാരണം നമ്മൾ തെറ്റാവർത്തിച്ചിട്ട് കാര്യമില്ല. അതിലങ്ങേക്ക് ഏതെങ്കിലും തരത്തിൽ മാനസിക വിഷമം ഉണ്ടായെങ്കിൽ ഒരു ഖേദപ്രകടനം കൂടി നടത്തുന്നു. കാരണം അത് നമ്മുടെ ഒരു പോളിസി ആയിരുന്നില്ല. അത്തരത്തിൽ ആവേശം വരുമ്പോൾ വാക്കുകൾ സമീകരിച്ചെഴുതുന്നു, അതിൻ്റെ അർത്ഥങ്ങൾ മാറിപ്പോകാറുണ്ട് അത്തരം ഘട്ടങ്ങളിൽ. അത് തുറന്നു തന്നെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അങ്ങേ ക്ഷണിക്കുന്നത്. ശ്രീ എം പി രാജേഷ്, ഒരു വർഷമായി മാറ്റങ്ങളോടെയുള്ള റിപ്പോർട്ടർ TV താങ്കൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. ഒരുപാട് ചർച്ചകൾ നടന്നു, ഒരുപാട് വിഷയങ്ങൾ ഞങ്ങൾ അവതരിപ്പിച്ചു, ബ്രേക്കിംഗ് വാർത്തകൾ കൊണ്ടുവന്നു, ചർച്ചകളൊക്കെ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്താണ് അഭിപ്രായം? തുറന്നു പറഞ്ഞോളൂ ശ്രീ എം പി രാജേഷ്. ഞാനത് പറയാം. അതിനു മുമ്പ് അരുൺ പറഞ്ഞ ഈ കാര്യം ഏതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, എൻ്റെ ശ്രദ്ധയിലും വന്നിട്ടില്ല. അതിൻ്റെ ഒരു കാരണം, ഇത് നിത്യേന പലരും ഇങ്ങനെ നമുക്കൊക്കെതിരെ നമ്മൾ അറിയുക പോലും ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കൊണ്ട് ആദ്യമൊക്കെ അത് വല്ലാതെ അലട്ടുമായിരുന്നു. ഇപ്പം അത് അലട്ടുന്നത് അലട്ടുകയേ ചെയ്യുന്നില്ല, ആരും ഞാൻ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് ഈ കാര്യം ഇപ്പം അരുൺ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എന്താണ് എന്നുള്ളത്. അത് ആവട്ടെ, അത് തുറന്നു പറഞ്ഞതിലും അതൊരു തെറ്റാണ് എന്ന് പറയാൻ കാണിച്ച ആർജവത്തിനും നന്ദി. ഇനി അരുൺ ചോദിച്ച ചോദ്യം ശരിയാണ്. റിപ്പോർട്ടർ TV ഇപ്പോൾ ഇന്ന് 1 വർഷം പൂർത്തിയാവുന്നു, 1ാം വാർഷികം ആഘോഷിക്കുന്നു. എൻ്റെ 1ാം വാർഷികത്തിന് എൻ്റെ ആശംസകൾ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് ടെലിവിഷൻ പതിവായി കാണുന്ന ആളെയല്ല, തുറന്നു പറയട്ടെ. ഏതാണ്ടൊരു 3 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. വളരെ അത്യാവശ്യം ഏതെങ്കിലും കാര്യം കാണണമെങ്കിൽ മാത്രം കാണുക എന്നല്ലാതെ പതിവായിട്ട് കാണുന്ന ഒരാളല്ല. പ്രത്യേകിച്ച് ടെലിവിഷൻ ചർച്ചകൾ എന്നത് ഒരു കാലത്ത് അരുണിനറിയാമല്ലോ, നമ്മൾ ഒരുമിച്ചുണ്ടായിട്ടുണ്ട്, എത്രയോ ചർച്ചകളിൽ പങ്കെടുത്തതാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് വളരെ സന്തോഷകരമായിരുന്നു, ഒരു സംവാദം എന്നുള്ളത്. ഇന്ന് അങ്ങനെ ഒരു സംവാദത്തിൻ്റെ ഒരു ഇടമുണ്ടെന്ന് എനിക്ക് തോന്നാത്തതുകൊണ്ട് അത് കാണാൻ തീരെ ഇപ്പോൾ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് കൂടിയാണ്, കാണില്ലെന്ന് തീരുമാനിച്ചുറച്ചത് കൊണ്ടല്ല. അപ്പം നമുക്ക് സമയം കുറവാകുമ്പോൾ ഏത് വേണം, ഏതൊക്കെ ഒഴിവാക്കണമെന്നൊരു മുൻഗണന നിശ്ചയിക്കേണ്ടി വരുമല്ലോ. പക്ഷേ അതേസമയം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ കണ്ടിരുന്ന അപൂർവം മലയാളം ടെലിവിഷൻ ചർച്ചകൾ, അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു റിപ്പോർട്ടറിൻ്റേത് എന്ന് എനിക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയും. ഞാൻ ചില സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ചില ആളുകളോട് അക്കാര്യം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല നിലവാരമുള്ള ചർച്ചകൾ എന്ന് പറയാവുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ആഴമുള്ള വിശകലനങ്ങൾ റിപ്പോർട്ടറിൻ്റെ ചർച്ചകളിൽ നടന്നിരുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് വിമർശനങ്ങൾ പറയുമ്പോഴും ഉള്ള കാര്യങ്ങൾ, അഭിനന്ദനങ്ങളും അല്ലെങ്കിൽ ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങളും പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അത് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു ശ്രീ എം പി രാജേഷ്, നല്ല വാക്കുകൾക്ക്. തീർച്ചയായിട്ടും ആ വിമർശനങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ഏതൊരു മാധ്യമ സ്ഥാപനത്തിൻ്റെയും കുറ്റങ്ങളിൽ ചിലതൊക്കെ നമുക്കും സംഭവിച്ചേക്കാം, പരമാവധി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പോലും. എനിക്കൊപ്പം ശ്രീ ഉണ്ണി ബാലകൃഷ്ണനുണ്ട്, സ്മൃതി പരുത്തിക്കാടുണ്ട്, സുജയ പാർവതിയുണ്ട്, ആൻറ്റോ അഗസ്റ്റിനുമുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ. ശ്രീ എം പി രാജേഷ്, ഇപ്പോൾ ഈ 2024 പൊതു തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് സംഭവിച്ച തോൽവി, പ്രത്യേകിച്ച് CPM-ൻ്റെ ജില്ലാ ഘടകം മുതൽ സംസ്ഥാന ഘടകം മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനൊരു സന്ദർഭത്തിലാണ് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ എങ്ങനെയാണ് ഈ തോൽവി സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് വിശദമായി തന്നെ പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾക്ക് ബോധ്യവുമുണ്ട്. എൻ്റെ ചോദ്യം, ഈ തോൽവിയുടെ പശ്ചാത്തലത്തിൽ CPM-ൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ, ഭരണത്തിൽ നേതൃത്വം വഹിക്കുന്ന ആളുകൾ സ്വയം വിമർശനപരമായി എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടതുണ്ട് എന്നൊരഭിപ്രായം പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ടോ? താങ്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഞങ്ങളുടെ ഈ വിലയിരുത്തൽ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര കമ്മിറ്റി ചർച്ച നടത്തിയ ശേഷം വീണ്ടും സംസ്ഥാന കമ്മിറ്റിയും താഴെ ഘടകങ്ങളൊക്കെ ഒരിക്കൽ കൂടി ചർച്ച നടത്താൻ പോവുകയാണ്. അപ്പോൾ വളരെ ആഴത്തിലുള്ള ചർച്ചയും വിശകലനവും പരിശോധനയും നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം സംസ്ഥാന സെക്രട്ടറി തന്നെ ഇക്കാര്യങ്ങൾ പറഞ്ഞു.
അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഞാനൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. തിരുത്തേണ്ടതെല്ലാം തിരുത്തും എന്നാണ്. എന്തെല്ലാം തിരുത്തേണ്ടതുണ്ടോ അതെല്ലാം തിരുത്തും എന്നാണ് സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയത്. പിന്നെ ഞങ്ങളെല്ലാവരും തിരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അല്ലാതെ മറ്റേ ആരെങ്കിലും ചില ആളുകൾ എന്നുള്ളതല്ല. അപ്പോൾ ഇത് പാർട്ടി ആഴത്തിൽ ആത്മപരിശോധന നടത്തുന്നു. ഒരു തരത്തിലുള്ള മുൻവിധികളുമില്ലാതെ തുറന്ന ചർച്ച, വിമർശനം, സ്വയം വിമർശനം ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് രീതി എന്നത്.